ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകതയെപ്പറ്റി ഇനി പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല. നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെപ്പറ്റി പ്ലാൻ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഒരു മെഡിക്കൽ പോളിസി എടുക്കുക എന്നുള്ളത്. നമുക്ക് മെഡിക്കൽ പോളിസി ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന് നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ നമ്മളുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഹോസ്പിറ്റൽ എക്സ്പെൻസൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്നിപ്പോൾ പലതരം രോഗങ്ങളാണ് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മളുടെ സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് ചിലവാക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു മെഡിക്കൽ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ വന്ന് നല്ല ഒരു തുക ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ സമ്പാദ്യം ചിലവാക്കാതെ തന്നെ നമുക്ക് മെഡിക്കൽ പോളിസി ഉപയോഗിച്ച് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടത്തുവാനായി സാധിക്കും. മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കമ്പനികൾ ഹെൽത്ത് പോളിസി സെല് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് പോളിസികൾ മാത്രം സെല് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനികളും ഹെൽത്ത് പോളിസികൾ സെല് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു കമ്പനിക്ക് തന്നെ പലതരം പ്രൊഡക്റ്റുകളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ നോക്കുവാൻ നേരത്തെ നല്ല ഹെൽത്ത് പോളിസികളും ഉണ്ട്. അതുകൂടാതെ നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത മോശമായിട്ടുള്ള ഹെൽത്ത് പോളിസികളും ഉണ്ട്. അപ്പോൾ നല്ലത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മികച്ച ഹെൽത്ത് പോളിസികളെ പറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇന്നിപ്പോൾ നമ്മൾ HDFC Ergo ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാനാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നല്ലൊരു ഹെൽത്ത് പോളിസിയാണ് ഈ ഒരു ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറയുന്നത്. ഇതുകൂടാതെ സ്റ്റാർ, ICICI, പിന്നെ പബ്ലിക് സെക്ടർ കമ്പനിയായ നാഷണൽ ഇൻഷുറൻസ്, ഇവർക്കൊക്കെ തന്നെ നല്ല മെഡിക്കൽ പോളിസികളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരുന്ന ദിവസം വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇത് ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. നിങ്ങൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ വേണ്ട അഡീഷണൽ കാര്യങ്ങൾ കൂടി നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യകതയുമായിട്ട് ഈ ഒരു പോളിസി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങൾക്ക് യോജിച്ച പോളിസി ആണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചാടിക്കയറി ഒരു പോളിസി എടുക്കാതിരിക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് പോളിസി റിജക്റ്റ് ആകാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും രോഗം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മളുടെ പോളിസി ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നാലൊക്കെ പോളിസി നോർമലി റിജക്റ്റ് ആയി പോകാറുണ്ട് നമ്മൾ ക്ലെയിം റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഷുറൻസ് കമ്പനികളുടെയും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകുവാൻ ചാൻസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം നമുക്ക് യോജിച്ചൊരു പോളിസി തിരഞ്ഞെടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ആദ്യം പറഞ്ഞതുപോലെ HDFC Ergo ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറഞ്ഞ പോളിസിയാണ്. HDFC Ergo എന്ന് പറഞ്ഞ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ്. HDFCയും അതുപോലെ തന്നെ എർഗോ ഇൻ്റർനാഷണലും ചേർന്നുകൊണ്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ ഒരു HDFC Ergo ജനറൽ ഇൻഷുറൻസ് കമ്പനി. HDFC Ergoയുടെ മെഡിക്കൽ പോളിസിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ മോശമില്ലാത്ത നല്ലൊരു ക്ലെയിം സെറ്റിൽമെൻറ്റ് ഹിസ്റ്ററി തന്നെ HDFC Ergoക്കുണ്ട്. പിന്നെ 13,000-ലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുടനീളം HDFC Ergoക്കുണ്ട്. പിന്നെ ഈ ഒരു ഒപ്റ്റിമ റീസ്റ്റോർ പോളിസി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാവിധ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ബേസ് പോളിസിയാണ് ഈ ഒരു ഒപ്റ്റിമ റീസ്റ്റോർ. നമുക്ക് എന്തായാലും ഈ ഒരു പോളിസി വിശദമായിട്ട് പരിചയപ്പെടാം. ഇൻഡിവിജ്വൽ ആയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ഫ്ലോട്ടറായിട്ടോ ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യുവാനായി സാധിക്കും. 5 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള കവറേജ് തുക ഈ ഒരു പോളിസിയിൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ ഈ ഒരു പോളിസിയുടെ ഒരു മെയിൻ ഫീച്ചേഴ്സായിട്ട് വരുന്നത് 100% റീസ്റ്റോർ ബെനിഫിറ്റ് ആണ്. നമ്മളുടെ പോളിസി ഇയറിൽ നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്ത് കഴിയുവാൻ നേരത്ത് നമ്മളുടെ സമ്മഷ്യൂർഡ് എത്രയാണോ അത് നമുക്ക് റീസ്റ്റോർ ആയിട്ട് കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ സമ്മഷ്യൂർഡ് തുക 5 ലക്ഷം രൂപയാണെന്ന് കരുതുക. നിങ്ങൾ 1 ലക്ഷം രൂപയൊക്കെ ക്ലെയിം ചെയ്തു, ബാക്കി പോയിട്ട് 4 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സമ്മഷ്യൂർഡ് ഉള്ളത് ആ ഒരു പോളിസി ഇയറിൽ. ഈ ഒരു അവസരത്തിൽ നമ്മൾ ക്ലെയിം ചെയ്ത് കഴിയുവാൻ നേരത്ത് നമ്മളുടെ സമ്മഷ്യൂർഡ് തുകയായ 5 ലക്ഷം രൂപ നമുക്ക് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നു. അങ്ങനെ മൊത്തം ഈ ഒരു റീസ്റ്റോർ ചെയ്ത് നമുക്ക് ലഭിച്ച 5 ലക്ഷം രൂപയും നിങ്ങളുടെ നോർമലി നിങ്ങളുടെ ആ ഒരു പോളിസി ഇയറിൽ നിങ്ങൾക്ക് ബാലൻസ് ഉള്ള 4 ലക്ഷവും ചേർത്ത് മൊത്തം 9 ലക്ഷം രൂപയുടെ സമ്മഷ്യൂർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാ പോളിസി ഇയറിലും നമ്മൾ ആദ്യത്തെ ക്ലെയിം ചെയ്യുവാൻ നേരത്തെ ഈ രീതിയിൽ നമ്മളുടെ സമ്മഷ്യൂർഡ് നമുക്ക് റീസ്റ്റോർ ചെയ്ത് ലഭിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നോ ക്ലെയിം ബോണസ് ആണ്. നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സമ്മഷ്യൂർഡ് തുക നമുക്ക് അപ് ടു 100% വരെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് ലഭിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ പോളിസിയുടെ സമ്മഷ്യൂർഡ് തുക
5 ലക്ഷം രൂപയാണെന്ന് കരുതുക. നിങ്ങൾ ആദ്യത്തെ വർഷം നിങ്ങൾ ക്ലെയിം ഒന്നും ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസായിട്ട് നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ സം അഷ്യൂർഡ് തുക 7.5 ലക്ഷം രൂപയായിട്ട് മാറും. പിന്നെ അടുത്ത ഇയർ വരുമ്പോൾ അടുത്ത ഇയറിലും നിങ്ങളുടെ പോളിസി നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ സം അഷ്യൂർഡ് തുക എത്രയാണോ അതിൻ്റെ 50% നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 2 ലക്ഷം രൂപ വീണ്ടും ലഭിക്കാൻ നേരത്ത് നിങ്ങൾക്ക് മൊത്തം 10 ലക്ഷം രൂപയായിട്ട് മാറും നിങ്ങളുടെ സം അഷ്യൂർഡ് തുക സെക്കൻഡ് ഇയർ ആകാൻ നേരത്ത്. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ഈ രീതിയിൽ 100% സം അഷ്യൂർഡ് തുക വരെ മാത്രമേ നിങ്ങൾക്ക് ഈ രീതിയിൽ നോ ക്ലെയിം ബോണസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ സം അഷ്യൂർഡ് തുക 5 ലക്ഷം രൂപ ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ് ടു 100% വന്നപ്പോൾ 2 ഇയർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സം അഷ്യൂർഡ് തുക 10 ലക്ഷം രൂപയായിട്ട് മാറിയത്. ഇനിയിപ്പോൾ നിങ്ങളുടെ സം അഷ്യൂർഡ് തുക 10 ലക്ഷം രൂപ ആയിരുന്നെങ്കിൽ 2 വർഷം നിങ്ങൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സം അഷ്യൂർഡ് തുക 20 ലക്ഷം രൂപയായിട്ട് മാറിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ നോ ക്ലെയിം ബോണസായിട്ട് നമ്മളുടെ സം അഷ്യൂർഡ് തുകയുടെ 100% വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് കവറേജ് ലഭിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നോ കോ പേയ്മെൻ്റ് ആണ്. പല പോളിസികൾക്കും കോ പേയ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസ് എത്രയാണോ ആ ഒരു എക്സ്പെൻസിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് നമ്മൾ കയ്യിൽ നിന്നും പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നോർമലി 5% മുതൽ 10% വരെയൊക്കെയാണ് പല പോളിസികളിലും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരിക. എന്നാൽ ഈ ഒരു HDFC Ergoയുടെ ഈ ഒരു ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറയുന്ന പോളിസിക്ക് കോ പേയ്മെൻറ്റ് വരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കുവാനായി സാധിക്കും. പിന്നെ ഈ ഒരു പോളിസി പ്രീ ഹോസ്പിറ്റലൈസേഷനും അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസും കവർ ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ അപ് ടു 60 ഡേയ്സും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണെങ്കിൽ അപ് ടു 180 ഡേയ്സുമാണ് നമുക്ക് കവറേജ് ലഭിക്കുക. ഇനി ഈ ഒരു പോളിസി എന്തൊക്കെ കവർ ചെയ്യും, എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പോളിസി എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് നൽകുന്നുണ്ട് എന്ന് നോക്കാം. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. 60 ദിവസം മുമ്പുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞുള്ളതാണെങ്കിൽ 180 ദിവസം വരെയുള്ള എക്സ്പെൻസും കവർ ചെയ്യും. പിന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ ട്രീറ്റ്മെൻ്റ് ആണ്, അപ്പോൾ പല സർജറികളും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിൽ താഴെ തന്നെ നമുക്ക് ചെയ്തെടുക്കുവാനായി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ പല പോളിസികളും കവറേജ് നൽകുന്നില്ല. പക്ഷേ ഈ ഒരു പോളിസി ഡേ കെയർ പ്രൊസീജിയേഴ്സിന് കവറേജ് നൽകുന്നുണ്ട്. പിന്നെ ആംബുലൻസ് വേണ്ടി വന്നാൽ അതിന് കവറേജ് കിട്ടുന്നുണ്ട്. ഒരു പെർ ഹോസ്പിറ്റലൈസേഷന് നമുക്ക് അപ് ടു 2000 രൂപ വരെയാണ് നമുക്ക് ആംബുലൻസ് കോസ്റ്റായിട്ട് നമുക്ക് ലഭിക്കുക. പിന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസിന് നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ റൂം റെൻറ്റിന് സബ് ലിമിറ്റ് വരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി റൂം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ലഭിക്കുന്നുണ്ട്. പിന്നെ ടാക്സ് സേവിങ് നമുക്ക് അപ് ടു 75,000 രൂപ വരെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായി സാധിക്കും. പിന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവറേജ് നൽകുന്നുണ്ട്. ഇപ്പോൾ റോബോട്ടിക് സർജറീസ്, അതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പി, പിന്നെ ഓറൽ കീമോതെറാപ്പി, അങ്ങനെ അതുപോലുള്ള മോഡേൺ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പോളിസി നമുക്ക് ലൈഫ് ടൈം റിന്യൂ ചെയ്ത് ഉപയോഗിക്കുവാനായി സാധിക്കും. നമ്മൾ 65 വയസ്സ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു പോളിസി ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്ത് ഉപയോഗിക്കാനായി സാധിക്കും. പിന്നെ റിക്കവറി ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. നമ്മൾ മോർ ദാൻ 10 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റായി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫൈനാൻഷ്യലി കുറച്ച് നഷ്ടം വരും. അപ്പോൾ അത് നമുക്ക് നികത്താനായിട്ട് നമുക്ക് ലംസമായിട്ട് ഒരു 10,000 രൂപ നമുക്ക് ഈ ഒരു പോളിസിയിലൂടെ ലഭിക്കും. പിന്നെ റിന്യൂവൽ ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല എന്ന് നോക്കാം. അഡ്വഞ്ചർ സ്പോർട്ട് ഇഞ്ചുറീസ് കവർ ചെയ്യുന്നില്ല. സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസ്, ഇപ്പോൾ ഡ്രഗ്സ്, ആൽക്കഹോളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം വരുന്ന ഇഞ്ചുറീസ്, പിന്നെ വാറ്, പിന്നെ എയ്ഡ്സ് ആൻഡ് HIV, പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, പിന്നെ ഒബസിറ്റി, കോസ്മെറ്റിക് സർജറി, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പോളിസി കവർ ചെയ്യുന്നില്ല. ഈ ഒരു പോളിസി എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നതിനെ പറ്റിയുള്ള കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി ഒരു പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഫസ്റ്റ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 30 ദിവസമാണ്. നമ്മൾ പോളിസി എടുത്ത് 30 ദിവസം കഴിഞ്ഞായിരിക്കും ഒരു പോളിസി ആക്റ്റീവായിട്ട് തുടങ്ങുക. എന്നാൽ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്തെടുക്കുവാനായി സാധിക്കും. പിന്നെ നമ്മളുടെ നിലവിലുള്ള രോഗം നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കവറേജ് ലഭിക്കണമെങ്കിൽ നമ്മൾ 36 മാസം, അതായത് 3 വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില രോഗങ്ങൾക്കും ചില ട്രീറ്റ്മെൻറ്റിനും വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 24 മാസമാണ്, അതായത് 2 വർഷമാണ്. അങ്ങനെ ആവറേജ് 3 വർഷമാണ് ഈ ഒരു പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇനി ഒരു പോളിസിയുടെ പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിസി ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ ഫാമിലി ഫ്ലോട്ടറായിട്ടും പർച്ചേസ് ചെയ്യുവാനായി സാധിക്കും. നമ്മൾ ചൂസ് ചെയ്യുന്ന സം അഷ്യൂർഡ് തുക, നമ്മളുടെ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം തുക വരുന്നത്. നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, നമ്മളുടെ സിറ്റി എൻ്റർ ചെയ്യുക, നമ്മുടെ ഏജ് കൊടുക്കുക,
എത്ര രൂപയുടെ കവറേജ് ആണോ നമുക്ക് വേണ്ടത് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം കാൽക്കുലേറ്റ് പ്രീമിയം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 25 വയസ്സുള്ള ഒരു വ്യക്തി 5 ലക്ഷം രൂപ കവറേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 8,370 രൂപയാണ്. പിന്നെ നമ്മൾ ഒരു ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ. ഓരോ കമ്പനികൾക്കും പല ഹോസ്പിറ്റൽസുമായിട്ടായിരിക്കും ടൈപ്പ് വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യുവാനായി സാധിക്കും. ജസ്റ്റ് നമ്മളുടെ ഇൻഷുറൻസ് ഡെസ്കിൽ നമ്മളുടെ ഈ ഒരു ഹെൽത്ത് ID കാർഡോ നമ്മളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്ത് അവർക്ക് വേണ്ട പൈസ അവർ വാങ്ങിയെടുത്തോളും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്തിട്ട് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച് മാനുവലി നമ്മുടെ ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്ററാണ് ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലെയിം പ്രോസസ്സ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോളിസി എടുക്കുവാൻ നേരത്ത് നമ്മൾ പോകുവാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഒരു കമ്പനി വേണം തിരഞ്ഞെടുക്കാനായിട്ട്. HDFC Ergoയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് പരിശോധിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഇതാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഇവരുടെ ഒരു പോർട്ടൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേജിൽ വന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ കേരള സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ എറണാകുളം ചൂസ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുവാൻ നേരത്ത് നമുക്ക് എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. വാസൻ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, വെൽ കെയർ ഹോസ്പിറ്റൽ, ചൈതന്യ ENT ഹോസ്പിറ്റൽ, അപ്പോൾ അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ, അങ്ങനെ ഇവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാത്ത ലൈക്ക് നൽകുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയോടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി moneyMalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ.